മഞ്ജുഷ, ഇതിനകത്ത് എന്താ പ്രശ്നം? ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം അഥവാ പാർട്ടിയുടെ ഉൾപാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. ഏതായാലും ഇ.പി. ജയരാജൻ നാളെ പങ്കെടുക്കുന്നതായിട്ട് ഇപ്പോൾ അരുൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും CPM നന്ദി പറയേണ്ടത് ന്യൂസ് 18 ചാനലിനോടാണ്. കാരണം ന്യൂസ് 18 ചാനലിലൂടെ വീണ്ടും ഒരു വെല്ലുവിളിയുമായി ഇ.പി. ജയരാജൻ രംഗത്ത് വരികയും അതിനെ സംബന്ധിച്ച് ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു, അതിനുശേഷം ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഏതായാലും ഇതിനകത്ത് രണ്ട് സാധ്യതകളാണുള്ളത്. അത് ഏത് സാധ്യതയായാലും ആ ഒരു ഒത്തുതീർപ്പിന് കളമൊരുക്കി കൊടുത്തത് ശ്രീ പ്രദീപ് പിള്ളയും കൂട്ടരുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നിങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കേണ്ടതാണ്. നമ്മൾ മാധ്യമങ്ങൾ കണ്ടെത്തട്ടെ. ഏതായാലും നിങ്ങളെ കരുവാക്കിയതാണോ അഥവാ നിങ്ങൾ ഇതിന്റെ ഭാഗമായിരുന്നോ എന്നൊക്കെ വരട്ടെ. ഏതായാലും ഞാനൊരു തമാശയായി പറഞ്ഞത് മഞ്ജുഷ ആയിക്കോട്ടെ. ജയരാജന് എന്ത് പറയാനുള്ളൂ, എന്താണോ ജയരാജന് പറയാനുള്ളത് അത് പറയുക. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ന്യൂസ് 18ന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് സംശയവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ എനിക്ക് കരുവാക്കിയിട്ടുണ്ടെന്നും അറിയില്ലല്ലോ. കാരണം ഇങ്ങനെ ഒരു ന്യൂസ് വരണം, ന്യൂസ് വരുമ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കും. ഏതായാലും ഒരു പരിസമാപ്തിയിലേക്ക് വരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ, ഇവിടെ എങ്ങനെയാവാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് നമുക്കറിയാവുന്ന ഈ വിഷയവുമായി വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ 2-3 വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഇതിനെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ഒരു ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. ഒന്ന്. രണ്ട്, ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിവാദം ഇവിടെ നിൽപ്പുണ്ട്. മൂന്നാമത്, ഇപ്പോൾ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ വളരെ പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും ആലോചിക്കണമല്ലോ. അപ്പോൾ ആ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടി നടപടികളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറുഭാഗത്ത് രണ്ടാമത്തേതായിട്ട്, മൂന്നാമത്തേതായിട്ട് ഇത്തരത്തിൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഇടപെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇ.പിക്ക് തന്നെ സംശയം തോന്നിയിരിക്കാം. ഈ മുഖ്യമന്ത്രിയുടെ വിഭാഗവും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധമൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരുപക്ഷെ ഇ.പിക്ക് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടത്തിവിടുന്നത് ഭൂഷണമല്ല എന്ന് തോന്നി ഒരുപക്ഷെ ഇ.പി കീഴടങ്ങിയിരിക്കുകയും ചെയ്യാം. ഏതായാലും ഇതിനകത്ത് ഒരു ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നു. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി മാത്രമേ കാണാൻ കഴിയൂ. കാരണം ഇവർ തമ്മിലുള്ള പക അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് അതിനകത്ത് ഇ.പി. അഡ്വക്കേറ്റ് ഹസ്കർ കൂടിയുണ്ട്. അഡ്വക്കേറ്റ്